കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞു. 50 യാത്രക്കാർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. എറണാകുളം പാലാ റൂട്ടിലോടുന്ന ആവേ മരിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഈ പരിക്കേറ്റവരെ ഏതാശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ വൈക്കത്തെ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്നത്. ഈ വാഹനം എറണാകുളത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. അതിനുശേഷമാണ് ഏകദേശം 7:15 ഈ വെട്ടിക്കാട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വാഹനം എത്തുന്നു. അവിടെ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കവും വളവും കൂടി ഉള്ള ഒരു പ്രദേശമാണ്. അതുവഴി വാഹനം വരുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഇപ്പോൾ ഒരു ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല. നമുക്ക് അവിടെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം, ഈ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമല്ല. ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ടോബി, ഈ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന്, അതായത് ഇപ്പോൾ തലയോലപ്പറമ്പിൽ നിന്ന് മുഴുവൻ ആളുകളെയും, ആ അപകട മേഖലയിൽ നിന്ന് മുഴുവൻ ആളുകളെയും, ബസ്സിലുണ്ടായിരുന്നവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 10-35ഓളം ആംബുലൻസുകൾ ഇവിടെ പെട്ടെന്ന് തന്നെ എത്തി ഈ ആളുകളെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക്, യാത്രക്കാരെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക്, ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്നും ഗുരുതരമായിട്ടുള്ള ആളുകളെ മറ്റ് ആശുപത്രിയിലേക്ക്, വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട 3 പേരെ മെഡിക്കൽ കോളേജിലേക്കും മാറ്റുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ സമയങ്ങളിൽ അറിയാവുന്ന പോലെ കോട്ടയം എറണാകുളം റൂട്ടിൽ നിരവധി ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവസാന ട്രിപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ ബസ്സിൽ കയറാറുണ്ട്. വീട്ടിലേക്കും മറ്റും ജോലിയും കഴിഞ്ഞ് വരുന്ന, എറണാകുളത്ത് നിന്ന് വരുന്നവരെല്ലാം തന്നെ ഈ സ്വകാര്യ ബസ്സുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 50ഓളം ആളുകൾ. നാളെ ഒരു ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു വൈകുന്നേരം ആയതുകൊണ്ട് കൂടുതൽ ആളുകളും ബസ്സുകളെയൊക്കെ ആശ്രയിച്ച് എറണാകുളത്തു നിന്ന് കോട്ടയത്തേക്കൊക്കെയുള്ള യാത്രയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഏതാണ്ട് 50ഓളം ആളുകൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. അതിൽ അത്രയും ആളുകൾക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ടോബി, അപ്പോൾ 3 പേരുടെ നില ഗുരുതരമാണ്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലധികവും വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ വൈക്കം ആശുപത്രിയിലേക്ക് MLA അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തലയോലപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. പലരെയും വാഹനങ്ങളിലും മറ്റും കയറ്റി, സ്വകാര്യ വാഹനങ്ങളിലും മറ്റും കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടുത്തെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. കോട്ടയം എറണാകുളം റൂട്ടാണ്. നമുക്കറിയാവുന്നത് പോലെ നിരവധി വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എല്ലാ യാത്രക്കാരെയും, വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കിന്റെ തോത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഗുരുതര പരിക്കുകൾ ഉള്ളവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വിജയകുമാർ. ശരി ടോബി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാർത്താമഴയിൽ തന്നെ ഒരിക്കൽ കൂടിയും ഈ അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്കിലാണ് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞത്. 50ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ ചിലരുടെ നില ഗുരുതരമാണ്. കുറച്ച് വലിയ അപകടമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 30-ലധികം ആംബുലൻസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. പരിക്കേറ്റവർ വൈക്കം താലൂക്ക് ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമൊക്കെയായി ചികിത്സയിൽ. ടോബി ജോൺസനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.